ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്സ് ആൻഡ് ഇറ്റ്സ് ഫൗണ്ടേഷന്റെ സെക്കൻഡ് ക്ലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് ഫസ്റ്റ് കാണുക, കാരണം അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി 25 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സിനെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 25 മൂവ്മെന്റ്സിനെ പറ്റിയിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം എല്ലാവരും കേട്ട് കാണും. രാജാറാം മോഹൻ റോയ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ബ്രഹ്മസമാജ് എന്ന് പറയുന്നത്. കുറെ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുള്ള MTS പരീക്ഷകൾക്കും അതേപോലെ തന്നെ PSC എക്സാമിനൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ബ്രഹ്മസമാജ്. ആരാണ് ഫൗണ്ടർ? രാജാറാം മോഹൻ റോയ് ആണ്. അതേപോലെ തന്നെ ബ്രഹ്മസമാജുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് സ്റ്റാർട്ടിങ് ഫസ്റ്റത്തെ ബ്രഹ്മസമാജ് കണ്ടുപിടിച്ച രാജാറാം മോഹൻ റോയ് ആണ്. പിന്നീട് അതിന് ശേഷം ബ്രഹ്മസമാജിന് കുറച്ച് ചേഞ്ചസ് എല്ലാം വരുത്തിയതിനു ശേഷം പല പല പേരുകളിൽ പിന്നീട് വീണ്ടും വന്നിരുന്നു. അതില് പ്രധാനപ്പെട്ട ഒന്നാണ് സാധാരൺ ബ്രഹ്മസമാജ്. സാധാരൺ ബ്രഹ്മസമാജ് കണ്ടുപിടിച്ചാരാണ്? ആനന്ദ് മോഹൻ ബോസ് ആണ് സാധാരൺ ബ്രഹ്മസമാജ് കണ്ടുപിടിച്ചത്. ഇനി അടുത്തത് ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ. ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ കണ്ടുപിടിച്ചാൽ കേശവ് ചന്ദ്ര സെൻ ആണ്. അപ്പോ സ്റ്റാർട്ടിങ്ങില് ബ്രഹ്മസമാജ് കണ്ടുപിടിച്ചവരാണ്. ഫസ്റ്റ് ഇനീഷ്യലി കണ്ടുപിടിച്ചത് ബ്രഹ്മസമാജ് എന്നുള്ള ആ ഒരു സഭ കണ്ടുപിടിച്ചവരാണ് രാജാറാം മോഹൻ റോയ്. പിൽക്കാലത്ത് സാധാരൺ ബ്രഹ്മസമാജ്, അതായത് ഈ ഒരു സാധാരൺ എന്നുള്ള വേർഡ് വരുമ്പോൾ സാധാരൺ ബ്രഹ്മസമാജ് കണ്ടുപിടിച്ചവരാണ് ആനന്ദ് മോഹൻ ബോസും. ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ, ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ എന്നുള്ള ആ ഒരു ഇത് വേർഡ് വരുമ്പോൾ ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ കണ്ടുപിടിച്ചവരാണ് കേശവ് ചന്ദ്ര സെന്നാണ്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവരുത്, അതേപോലെ തന്നെ പഠിക്കുക. വെറുതെ സാധാരണ ഇപ്പോൾ വെറുതെ ബ്രഹ്മസമാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാജാറാം മോഹൻ റോയ് ആണ്. സാധാരണ ബ്രഹ്മസമാജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനന്ദ് മോഹൻ ബോസും. ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേശവ് ചന്ദ്ര സെന്നാണ്. നമ്മൾ കേശവ് ചന്ദ്ര സെന്നിന്റെ വേറെ ഒരു രണ്ട് ഇത് കണ്ടിരുന്നു മുമ്പത്തെ ക്ലാസ്സിൽ. അത് ഏതൊക്കെയായിരുന്നു? സംഘഡ് സഭയും അതേപോലെ തന്നെ റിഫോം അസോസിയേഷൻ ആയിരുന്നു അല്ലെ. അങ്ങനെ രണ്ട് ഇമ്പോർട്ടന്റ് മൂവ്മെന്റ്സ് നമ്മൾ ഇന്ന് മുമ്പത്തെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ ക്ലാസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണുക. ഏതൊക്കെയായിരുന്നു? സംഘഡ് സഭയും ഇന്ത്യൻ റിഫോം അസോസിയേഷൻ. ഇത് രണ്ടും കേശവ് ചന്ദ്ര സെന്നിന്റെ ആണ്. ഓക്കെ, അപ്പോ അടുത്തത് ഏതാ? ഭൂദാൻ മൂവ്മെന്റ് ആണ്. ഭൂദാൻ മൂവ്മെന്റ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുള്ള ആരാണ്? ആചാര്യ വിനോബ് ഭാവെ. ഭൂദാൻ മൂവ്മെന്റ് 1981 ഭൂദാൻ മൂവ്മെന്റ് എന്ന് പറയുന്ന മൂവ്മെന്റ് കണ്ടുപിടിച്ചാരാണ്? ആചാര്യ വിനോദ് ഭാവെ. ആചാര്യ വിനോദ് ഭാവെ ഇതേപോലെ ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ്. നാഷണൽ ടീച്ചർ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടും. അതേപോലെ തന്നെ ആദ്യമായിട്ട് റാംസൺ മഗ്സസൈ, ഫിലിപ്പീൻസ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ അവാർഡാണ് റാംസൺ മഗ്സസൈ അവാർഡ്. അവിടുത്തെ പഴയ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഹോണർ ചെയ്തുകൊണ്ടുള്ള ഒരു അവാർഡാണ് റാംസൺ മഗ്സസൈ അവാർഡ്. ആ റാംസൺ മഗ്സസൈ അവാർഡ് നേടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ആചാര്യ വിനോദ് ഭാവെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മൂവ്മെന്റ് ആണ് ഭൂദാൻ മൂവ്മെന്റ്. 1951 സ്റ്റാർട്ട് ചെയ്തത്. അടുത്തത് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. അതായത് കണ്ടുപിടിച്ച ആരൊക്കെയാണ്? ബദറുദ്ദീൻ ത്യാബ്ജി, P മെഹ്ത, KP തെലങ്കാന കണ്ടുപിടിച്ചത് 1885. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ആരാണ് കണ്ടുപിടിച്ചത്? 3 പേരാണ്: ബദറുദ്ദീൻ ത്യാബ്ജി, P മെഹ്ത, KP തെലങ്കാന. അങ്ങനെയാണെങ്കിൽ ബോംബെ അസോസിയേഷൻ ആരാണ് കണ്ടുപിടിച്ചത്? ബോംബെ അസോസിയേഷൻ, ബോംബെ പ്രസിഡൻസി വരുമ്പോൾ ആരായിരുന്നു? ബദറുദ്ദീൻ ത്യാബ്ജി, P മെഹ്ത, KP തെലങ്കാന. ബോംബെ അസോസിയേഷൻ കണ്ടുപിടിച്ചത് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ദാദാഭായ് നവറോജിയാണ് കണ്ടുപിടിച്ചത് ബോംബെ അസോസിയേഷൻ. ഒപ്പം അതേപോലെ തന്നെ ബോംബെ വെച്ചിട്ട് വേറൊരു അസോസിയേഷൻ പഠിച്ചിരുന്നു, ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി. ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി കണ്ടുപിടിച്ചാരാണ്? ആത്മറാം പണ്ടുരംഗാണ്. അപ്പോ മുമ്പത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം കാണുക. അവിടെ നമ്മൾ ഓൾറെഡി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഡിസ്കസ് ചെയ്തായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു റിവിഷൻ പോലെ അതും കൂടി നോക്കും. അപ്പോൾ ബോംബെ അസോസിയേഷൻ ആരുടെ ആയിരുന്നു? ദാദാഭായ് നവറോജിയുടെ. ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ആരുടെ ആയിരുന്നു? ആത്മറാം പണ്ടുരംഗിന്റെ. ഇനി ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ വെച്ചാൽ ആരുടെയാണ്? ബദറുദ്ദീൻ ത്യാബ്ജി, P മെഹ്ത ആൻഡ് KT തെലങ്കാന. ഓക്കെ, അടുത്തത് മദ്രാസ് മഹാജൻ സഭ. മദ്രാസ് മഹാജൻ സഭ ആരുടെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? M വീരരാഘവചാരി, സുബ്രഹ്മണ്യ അയ്യർ ആൻഡ് ആനന്ദ ചുർള. ഈ 3 പേരും കൂടിയാണ് മദ്രാസ് മഹാജൻ സഭ കണ്ടുപിടിച്ചിട്ടുള്ളത്. വർഷം നോക്കുക, 1884. അടുത്തത് പൂന സർവജനിക് സഭ. പൂന സർവജനിക് സഭ കണ്ടുപിടിച്ചാരാണ്? MG റണാഡെ ആണ്. 1867. MG റണാഡെയും ഒപ്പം രഘുനാഥ റാവുവും കൂടി ചേർന്ന് കണ്ടുപിടിച്ച രണ്ട് മെയിൻ ആയിട്ടുള്ള മൂവ്മെന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അത് ഏതൊക്കെയായിരുന്നു?
ഒന്ന് പ്ലഡ്ജ് മൂവ്മെന്റും പിന്നെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ സോഷ്യൽ കോൺഫറൻസ്. ആക്ച്വലി നാഷണൽ സോഷ്യൽ കോൺഫറൻസിന്റെ അകത്ത് തന്നെ വരുന്ന ഒരു സബ് ഒരു മൂവ്മെന്റ് ആണ് ഈ പറഞ്ഞ പ്ലഡ്ജ് മൂവ്മെന്റ്. അപ്പോൾ ഈ രണ്ട് മൂവ്മെന്റിന്റെ ഒപ്പം ഇതും കൂടി നോക്കി നോക്കിയാൽ എം ജി റൊണാൾഡെ എക്സ്പോണന്റ് ആയിട്ടുള്ള 3 ഇമ്പോർട്ടന്റ് മൂവ്മെന്റുകളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ പ്ലഡ്ജ് മൂവ്മെന്റ്, പിന്നെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ സോഷ്യൽ കോൺഫറൻസ്, പിന്നെ ഒന്ന് പൂന സർവജാനിക് സഭ. ഓക്കെ, അടുത്തത് ഇന്ത്യൻ ലിഗിയോൺ ആണ്. ഇന്ത്യൻ ലിഗിയോൺ കണ്ടുപിടിച്ചവരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് കണ്ടുപിടിച്ചത് 1941 ബെർലിൻ. മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു ഇത് പഠിച്ചിരുന്നു, മൂവ്മെന്റ് പഠിച്ചിരുന്നു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രീ ഇന്ത്യ സെന്റർ. അപ്പൊ തന്നെ പറഞ്ഞിരുന്നു ഇനി വരുന്ന ക്ലാസ്സുകളിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് മൂവ്മെന്റ്സ് പഠിക്കുന്നുള്ളത്. മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ച ഏതായിരുന്നു? ഫ്രീ ഇന്ത്യ സെന്റർ ആണ്. ഫ്രീ ഇന്ത്യ സെന്റർ കണ്ടുപിടിച്ചവരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഒപ്പം സുഭാഷ് ചന്ദ്രബോസിനൊപ്പം ചേർന്ന് നമ്മൾ പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്? ഇന്ത്യൻ ലീഗിയോൺ ബെർലിൻ ആണ് പഠിക്കാനുള്ളത്. ഇന്ത്യൻ ലീഗിയോൺ ഇത് ബെർലിനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് 1941. പിന്നെ ഫോർവേഡ് ബ്ലോക്ക് അതും സുഭാഷ് ചന്ദ്രബോസിന്റെയാണ്, 1939 പിന്നെ അടുത്തതാണ് കിസാൻ സഭ സുഭാഷ് ചന്ദ്രബോസിന്റെയാണ്. ഇപ്പൊ നാലെണ്ണം ഏതൊക്കെയായിരുന്നു? ഫ്രീ ഇന്ത്യ സെന്റർ, ഇന്ത്യൻ ലീഗിയോൺ ബെർലിൻ, അതേപോലെ തന്നെ കിസാൻ സഭ, ഫോർവേഡ് ബ്ലോക്ക്. ഇതെല്ലാം പഠിക്കണം. വർഷം അതേപോലെ തന്നെ ഓർത്തിരിക്കുക 1941. ഈ 41, 42, 43 1939 മുതൽ ഒരു 43 വരെ സുഭാഷ് ചന്ദ്രബോസ് വളരെ ആക്റ്റീവായിട്ട് വളരെ എന്താ പറയാ ഫ്രണ്ടിൽ നിന്ന് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. വേറെ തന്നെ ഒരു നയം ആണ് പുള്ളി സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ആ സമയത്ത് കുറെ അധികം കോൺട്രിബ്യൂഷൻ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അടുത്തത് വിഡോ റീമാരേജ് അസോസിയേഷനും അതേപോലെ തന്നെ എം ജി റൊണാൾഡോയുടെയാണ്. അപ്പോൾ എം ജി റൊണാൾഡോയുമായി ബന്ധപ്പെട്ട് നമ്മൾ 4 പഠിച്ചു. ഏതൊക്കെയാണ്? പ്ലഡ്ജ് മൂവ്മെന്റ്, നാഷണൽ സോഷ്യൽ കോൺഫറൻസ്, പൂനെ സർവജാനിക് സഭ, അതേപോലെ തന്നെ വിഡോ റീമാരേജ് അസോസിയേഷൻ. ഇത്രയും കാര്യങ്ങൾ എം ജി റൊണാൾഡോയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി അടുത്തത് തത്വബോധിനി സഭ ആരുടെയാണ്? ദേവേന്ദ്രനാഥ് ടാഗോറുമായി ബന്ധപ്പെട്ടുള്ളതാണ് തത്വബോധിനി സഭ. അടുത്തത് ഏതാ? രാമകൃഷ്ണ മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്വാമി വിവേകാനന്ദന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ് രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത്. സ്വാമി വിവേകാനന്ദയാണ് ഇതിന്റെ എക്സ്പോണന്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മെന്റർ ഈ പറയുന്ന എന്താ പറയാ ഗുരു ആയിരുന്നു ഈ രാമകൃഷ്ണ. അദ്ദേഹത്തിന് എന്താ പറയാ ഹോണർ ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഈ രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അടുത്ത ഏതാ? ദേവസമാജ് കണ്ടുപിടിച്ചാരാണ്? ശിവനാരായൺ അഗ്നിഹോത്രിയാണ് ദേവസമാജിന്റെ എക്സ്പോണന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ സേവാസമിതി കണ്ടുപിടിച്ചാരാണ്? HN കുൻസ്രു ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത് സേവാസമിതി. സോഷ്യൽ സർവീസ് ലീഗ് കണ്ടുപിടിച്ചാൽ NM ജോഷി. മുമ്പത്തെ ക്ലാസ്സിൽ NM ജോഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതും കൂടി പഠിച്ചിരുന്നു, ഒരു ഓർഗനൈസേഷൻ പഠിച്ചിരുന്നു. ഏതായിരുന്നു ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഏതായിരുന്നു? AITUC ആണ്, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആണ്. ലാലാ ലജ്പത് റായോടൊപ്പം NM ജോഷി കൂടി ചേർന്നിട്ടാണ് AITUC ഫോം ചെയ്തിട്ടുള്ളത്. രണ്ടുപേരാണ്, ലാലാ ലജ്പത് റായും NM ജോഷിയും. ആ NM ജോഷിയുടെ വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിഫോം മൂവ്മെന്റ് ആണ് സോഷ്യൽ സർവീസ് ലീഗ് എന്ന് പറയുന്നത്. അടുത്തത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കണ്ടുപിടിച്ചാരാണ്? ജയപ്രകാശ് നാരായണൻ ആചാര്യ നരേന്ദ്രദേവ് ആണ് കണ്ടുപിടിച്ചത് 1934. ജയപ്രകാശ് നാരായണൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രീഡം ഫൈറ്റർ ആണ്. ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അല്ലെ അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ ഒരു ഇൻഡിപെൻഡൻസിന് അടുക്കുന്ന സമയം 1935 മുതൽ 1945 ആ ടൈമിലൊക്കെ വളരെ പ്രോമിനന്റ് ആയിട്ട് വളരെ ഫ്രണ്ടിൽ നിന്ന് നയിച്ചിരുന്നതാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ JP നാരായണൻ പേരെന്തായാലും അറിഞ്ഞിരിക്കാൻ വഴിയുണ്ട്. ഓക്കെ, അപ്പൊ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കണ്ടുപിടിച്ചാരാണ്? ജയപ്രകാശ് നാരായൺ 1934. ഒപ്പം വേറെയും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? സർവോദയ പ്ലാൻ, അതും ജയപ്രകാശ് നാരായണന്റെ ആണ്. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്, ഇതെല്ലാം ജയപ്രകാശ് നാരായണൻ. ഏതൊക്കെയാണ്? 3 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, അതായത് സോഷ്യലിസം എന്നൊരു ആശയം കോൺഗ്രസിലെ ആ ഒരു ഇതിലോട്ട് കൊണ്ടുവരുന്ന ജവഹർലാൽ നെഹ്റു അതേപോലെ ജയപ്രകാശ് നാരായൺ ഇവർ എല്ലാവരും അതിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അതായത് അവരുടെ ഒരു കോൺസെപ്റ്റ് സോഷ്യലിസം എന്നുള്ള ഒരു സംഭവം കൂടി അവരുടെ കോൺസെപ്റ്റിലാണ്. അപ്പൊ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നവരാണ് ജയപ്രകാശ് നാരായൺ, ആചാര്യ നരേന്ദ്രദേവ്. ഒപ്പം സർവോദയ പ്ലാനും പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്, ഇത്രയും കാര്യങ്ങൾ ആരുടെയാണ്? ജയപ്രകാശ് നാരായണന്റെയാണ്. ഏതൊക്കെയാണ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, സർവോദയ പ്ലാൻ, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. അടുത്തത് ആത്മീയ സഭ ആരുടെയായിരുന്നു? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ പഠിച്ചതായിരുന്നു ബ്രഹ്മ സമാജ് പഠിച്ചിരുന്നു.
ബ്രഹ്മസമാജിനൊപ്പം നിങ്ങൾ ചേർത്ത് പഠിക്കുക ആത്മീയ സഭ. ഇത് രണ്ടും രാജാറാം മോഹൻ റോയിയാണ്. ആത്മീയ സഭ രാജാറാം മോഹൻ റോയ്, ബ്രഹ്മസമാജ് രാജാറാം മോഹൻ റോയ്. അതേപോലെ തന്നെ ആര്യ സമാജ്, ഇതും വളരെയധികം റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ആര്യ സമാജ് കണ്ടുപിടിച്ചാരാണ്? ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജ് കണ്ടുപിടിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആര്യ സമാജ് ആരാണ്? ദയാനന്ദ സരസ്വതി. അടുത്തത് നവജവാൻ ഭാരത് സഭ. നവജവാൻ ഭാരത് സഭ കണ്ടുപിടിച്ചാണ് ഭഗത് സിംഗ് ആണ് 1926. ഒപ്പം 1928 ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ചിരുന്നതാണ്. അതാരെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ, മുമ്പത്തെ ക്ലാസ് കണ്ടവരുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് സെക്ഷനിൽ പറയുക, ഏതായിരുന്നു ആ ഒരു മൂവ്മെന്റ് എന്നുള്ളത്. നവജവാൻ ഭാരത് സഭ കണ്ടുപിടിച്ചത് ഭഗത് സിംഗ് 1926. അടുത്തത് സംഭ് സഭയാണ്. സംഭ് സഭ കണ്ടുപിടിച്ചത് ആരാണ്? ഗോവിന്ദ് ഗുരു ആണ്. അത് രാജസ്ഥാനിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ബിൽ കമ്മ്യൂണിറ്റി. ഈ ബിൽ കമ്മ്യൂണിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോവിന്ദ് ഗുരു എന്ന് പറയുന്ന ആൾ സ്റ്റാർട്ട് ചെയ്ത ഒരു സഭയാണ് സംഭ സഭ എന്ന് പറയുന്നത്. സംഭ് സഭ. ഒപ്പം ഗോവിന്ദ് ഗുരുവുമായി ബന്ധപ്പെട്ട വേറൊരു ഇമ്പോർട്ടന്റ് മൂവ്മെന്റ് ആണ് ഭഗത് മൂവ്മെന്റ്. ഭഗത് മൂവ്മെന്റ് പെട്ടെന്ന് ഭഗത് സിംഗ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഭഗത് മൂവ്മെന്റിന്റെ എക്സ്പോണന്റ് ആരാണ്? ഗോവിന്ദ് ഗുരു ആണ്. അദ്ദേഹത്തിന് തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് സംഭ് സഭ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ആന്ധ്ര മഹിളാ സഭ. ആന്ധ്ര മഹിളാ സഭ കണ്ടുപിടിച്ചാരാണ്? ദുർഗാബായ് ദേശ്മുഖിന്റെയാണ് ആന്ധ്ര മഹിളാ സഭ. ദുർഗാബായ് ദേശ്മുഖ്. ലാസ്റ്റത്തെ സത്യശോധക് സമാജ്. സത്യശോധക് സമാജ് ആരുടെയാണ്? ജ്യോതിബ ഫുലെയുടെയാണ് സത്യശോധക് സമാജ്. ഏതാണ്? ജ്യോതിബ ഫുലെയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് സത്യശോധക് സമാജ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ വേറൊരു മൂവ്മെന്റ് കൂടി നിങ്ങൾ നോക്കി വെക്കുക, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ഇത് ആരുടെ മൂവ്മെന്റ് ആണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിൽ പറയുക. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആരുടെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിൽ പറയുക. ഇമ്പോർട്ടന്റ് ആണ്. ഇതും എക്സാമിന് ചോദിക്കാന്നുള്ളതാണ്. നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ സെർച്ച് ചെയ്തിട്ട് പഠിക്കുക അത്. കാരണം അത് കുറച്ചാൾ മുമ്പത്തെ ഒരു കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. പക്ഷെ എന്നാൽ പോലും ഇനി അത് സ്റ്റാറ്റിക്കായി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആരുടെയാണ്? അദ്ദേഹത്തിന്റെ ആ ഒരു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പങ്ക് എന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കും. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ വേറൊരു ഇതേപോലെ തന്നെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക്. ഓക്കെ, താങ്ക് യു.